നമസ്തേ. മരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിന് എന്താ സംഭവിക്കാമെന്നറിയാമോ? നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ വേർപിരിയലിൻ്റെ ഒരു ദുഃഖമില്ലേ, അതിനെക്കാട്ടിയും അതിതീക്ഷ്ണമായിരിക്കും നമ്മുടെ ഈ ശരീരത്തിന് അനുഭവപ്പെടുക. എന്താ കാരണം അറിയോ? നമ്മുടെ ശരീരത്തിൽ കുറേ കോശങ്ങളുണ്ടല്ലോ. ഈ കോശങ്ങളൊക്കെ നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസാക്ഷി ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റുകൾ ചെയ്യുന്നുണ്ട് അല്ലേ? ആ തെറ്റിൻ്റെ ഓരോ കൂട്ടുപ്രതികളായിട്ട് നമ്മുടെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത തെറ്റൊക്കെ അനുഭവിക്കുന്നത് ഈ കോശങ്ങളാണ്. ഒന്നും വിട്ടുമാറാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. അവർക്ക് എല്ലാം അവരുടേതായ ഓരോ തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് അവർ തിരിച്ചു പോവുകയും ചെയ്യും. വീണ്ടും അടുത്ത ജന്മം അവരവർക്ക് വേണ്ട രീതിയിലേക്ക് പോകും. ഇപ്പോൾ ജലം ജലത്തിൻ്റെ വഴിക്ക് പോകും, ആകാശം ആകാശത്തിൻ്റെ വഴിക്ക് പോകും, ഭൂമി ഭൂമിയുടെ വഴിക്ക് പോകും, അഗ്നി അഗ്നിയുടെ വഴിക്ക് പോകും. ഇങ്ങനെ ഓരോന്നും തിരിഞ്ഞു പോണ പോലെ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിനും ഓരോ ഡ്യൂട്ടികളുണ്ട്. ആ ഡ്യൂട്ടികൾക്കനുസരിച്ച് അവർ അവരുടെ പാത്രങ്ങളിലേക്ക് തിരികെ പോകും. അവരുടെ സമയത്തിനനുസരിച്ച് വീണ്ടും അടുത്ത ജന്മങ്ങളിലേക്ക് അവർ മൃഗമായോ അനേകം ജന്തുജാലങ്ങളിലേക്ക് അവർ അവരുടെ വഴിക്ക് പോവുകയും ചെയ്യും. ഈ ശരീരം ചെയ്തു കൂട്ടിയ എല്ലാ കർമ്മത്തിൻ്റെ ഫലവും ബുദ്ധിമുട്ടുകളും ഈ ശരീരം തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ശരീരം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? മരിച്ചുപോയ ഞാൻ എന്ന് പറയുന്നത് ഞാനിലെ പ്രാണനാണ്. വിട്ടുപോയിട്ടുള്ളത് ജീവാത്മാവ്. പക്ഷേ ഈ ശരീരത്തിലെ ഓർമ്മകളെല്ലാം നിലനിൽക്കുന്ന ഘടകങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ട്. ബോധമുണ്ട്, ജീവനും ഉണ്ട്. ഇപ്പോൾ നമുക്കുള്ളത് ശരീരബോധം മാത്രമാണ്. പ്രപഞ്ചബോധത്തെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബോധമണ്ഡലം എന്ന് പറയുന്നത് ഈ ശരീര മരണത്തിന് ശേഷം 2 തരത്തിലായി ആക്ടിവേറ്റ് ആവുന്നത്. ഇതിനെപ്പറ്റി പറയാൻ അടുത്ത വീഡിയോയിൽ വരാം. ഇന്ന് ഷെയർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരണം. നന്ദി.